കോഴിക്കോട് നഗരത്തിലെ ലോറി പാർക്കിംഗുമായി ബന്ധപ്പെട്ട പ്രശ്നപരിഹാരം അനിശ്ചിതമായി നീളുന്നു. കോർപ്പറേഷന് മുന്നിൽ വീണ്ടും പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് ചരക്ക് ലോറി തൊഴിലാളികൾ. ഇവിടെ പാർക്കിംഗ് എന്ന സംഭവമില്ല. ബാത്റൂം പോകാൻ ഞാൻ ഇപ്പം തന്നെ ബാത്റൂമിലേക്ക് നടന്നു പോകുന്നത് ഇപ്പോൾ എവിടെ പോകേണ്ടെന്ന് തിരിയുന്നില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ വണ്ടി പോലീസുകാർ വന്ന് ഫോട്ടോ എടുക്കും. പിന്നെ എവിടെയും അപ്പുറം ഇപ്പുറമൊന്നും വെക്കാൻ പറ്റില്ല വണ്ടി. അപ്പം അത് വല്ലാതൊരു ബുദ്ധിമുട്ടാണ്. കുറേ കാലങ്ങളായി ഇവിടെ നടക്കുന്ന സംഭവമാണ്. കോഴിക്കോട് നഗരത്തിൽ ചരക്കുമായി എത്തുന്ന ലോറി തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നമാണിത്. ലോറി നിർത്തിയിടാൻ സ്ഥലമില്ല. റോഡരികിൽ നിർത്തിയാൽ പോലീസിന്റെ നിയമ നടപടി. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും സ്ഥലമില്ല. പ്രശ്നം പരിഹരിക്കാൻ മാരിടൈം ബോർഡുമായി ചേർന്ന് പദ്ധതി കോർപ്പറേഷൻ ആലോചിച്ചിരുന്നു. എന്നാൽ നിലവിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനവുമായില്ല. ഈ സാഹചര്യത്തിലാണ് ലോറി തൊഴിലാളികൾ സമരത്തിലേക്ക് പോകുന്നത്. ധർണയും നിരാഹാരവും ലോറികളെല്ലാം കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ കൊണ്ടിടാന്നുള്ള ഒരു തീരുമാനത്തിലെത്തിയിട്ട് അത് എത്രയും വേഗം ഞങ്ങൾ നടപ്പാക്കൂ. ഇത് നമുക്ക് എന്തായാലും ഇവിടെ ഒരു പാർക്കിംഗ് കിട്ടിയിട്ടേ ഞങ്ങൾ പിൻവലിയുള്ളൂ. നിലവിലെ ലോറി സ്റ്റാൻഡിൽ 25 ലോറികൾ നിർത്തിയിടാനുള്ള സ്ഥലം മാത്രമാണുള്ളത്. 400-ലധികം ലോറികൾ ദിവസേന എത്തുന്നുണ്ട്. 15 വർഷത്തിലധികമായി കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്നതും പോകുന്നതുമായ ലോറി തൊഴിലാളികൾ അനുഭവിക്കുന്ന പ്രശ്നമാണിത്. സമരവുമായി കോർപ്പറേഷന് മുന്നിലെത്തുമ്പോൾ പ്രശ്നപരിഹാരത്തിന് ഉടൻ നടപടിയെന്ന് പറയും. പക്ഷേ ഇതുവരെ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടില്ല. അബിത്ത് കല്ലായിക്കൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.